കണ്ടാ വല്ല കാര്യം ഞാൻ ഹിന്ദി സിനിമ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ആണോ? ഓ ഇല്ല, അപൂർവം എന്ന് വെച്ചാൽ ഇല്ല. സൽമാൻ ഖാൻ, ആ ഗ്യാങ്ങിൽ സൽമാൻ ഖാൻ, ആ ഖാൻ, മറ്റേ ഖാൻ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ. ഓക്കെ. ആ വേറെ ഏതെങ്കിലും ഖാൻമാരെ? ഇല്ല, അത് വേറൊരു ഖാന്റെ ഭാര്യയല്ലേ? സൈഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂർ. സൈഫ് അലി ഖാനെ അറിയില്ലേ? സൈഫ് അലി ഖാന്റെ കരീന കപൂറിനെ അവരെ അറിയാം. അപ്പൊ ഈ സലീം കുമാർ, അക്ഷയ് കുമാർ റിലേറ്റഡ്, നോ റിലേറ്റഡ്, ഒരു റിലേഷനും ഇല്ല. ആൾക്കാർ തെരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ. സലീം കുമാർ മാരീഡ്? ഇല്ല. അത് എന്തെങ്കിലും ഒരു സെക്കൻഡ് വൈകാന്ന് നോക്കിയാൽ ഉത്തരം പറയാം. ബാക്കിയൊക്കെ ലാഗടിച്ച് പറഞ്ഞ ആളാ. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ലോക മലയാളികളുടെ ഇതാണ്. എന്നെ കുറിച്ച് അന്വേഷിച്ചാണ്. കല്യാണം കഴിച്ചാണോ? പൊട്ടന്മാരന്മാര് അല്ല ഏട്ടാ, ഇപ്പൊ കല്യാണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അത് ഏതെങ്കിലും പെൺകുട്ടി ആയിരിക്കട്ടെ സെർച്ച് ചെയ്തേക്കുന്നത്. ഗൂഗിളിൽ ഒരാൾ അന്വേഷിച്ചാലും വരും. ഡിഫറെന്റ് ആയിട്ടുള്ള ആര് ടൈപ്പ് ചെയ്താലും വരും. സലീം കുമാർ എന്ന പേര് കൊടുത്ത് ടൈപ്പ് ചെയ്തതാ. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ട്. അടുത്തവർക്ക് പോട്ടെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. സലീം കുമാർ ആൻഡ് ദിലീപ് ആർ ഫ്രണ്ട്സ് ഓർ എനിമീസ്? ലാബി കൊടുത്ത് പരിശോധിക്കുന്ന കേസാണത്. കൊറോണയുടെ ടെസ്റ്റ് ചെയ്യണത് നോക്കിയാണ്. മലയാളികളൊന്നും അല്ല, വെറുതെ ചുമ്മാ. ഇത് മലയാളികൾ തന്നെ, സംശയമില്ലാത്ത കാര്യം. എന്നാലും അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആരോ തെരഞ്ഞെടുക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പണിക്ക് വന്ന ബംഗാളികളും മലയാളം പഠിച്ചതിന് ശേഷം എല്ലാവരും ടൈപ്പ് ചെയ്തായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. എന്താണ് ശത്രുത കാരണം വേണ്ടേ? അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ഒരു ഭയങ്കര റീൽ ഇപ്പം ഓടുന്നുണ്ട് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട്. CID മൂസയില് സലീമേട്ടൻ എന്തോ 1-2 പറഞ്ഞ് ഞാൻ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞെന്ന്. ഇത്രേ ഉള്ളൂ. എന്തോ ക്യാപ്റ്റൻ രാജുവിന്റെ ക്യാരക്ടറും സലീമേട്ടന്റെ ക്യാരക്ടറും എന്തോ 2 ഭ്രാന്തന്മാരോ. അതൊരു ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. റീല് ഇറങ്ങി പോയി ഞാൻ പോകുന്നുണ്ട്. അല്ലാണ്ട് വേറെ തർക്കങ്ങളൊന്നും ഇല്ലാത്ത. അത് മതി. ഞാൻ പാലക്കാട് ഷൂട്ടിങ്ങിന് പോയി. അതൊക്കെ തന്നെ കാര്യം. അങ്ങനെ അത് അതിൽ ഒരു ശത്രുതൊന്നും ഇല്ലാത്ത. ദിലീപിന് ശത്രു തോന്നിട്ട് ഇറങ്ങി പോകുന്നതല്ലേ ഞാനും. അത് ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു ഭാഗമായിട്ട് ഉള്ള ഇറങ്ങിപ്പോക്കണ്ടല്ലോ. ഇങ്ങനെ ഈ ഫ്രണ്ട്സായിട്ട് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്? പിന്നെ ഇല്ലാണ്ട്. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആരുമായിട്ടായിരിക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ ഗാങ്ങില്? സ്നേഹത്തിന്റെ പേരിലുള്ള അടികള് എല്ലാവരും ഉണ്ടാകും. പിന്നെ അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ അതാണല്ലോ. അടിയുണ്ട്. അടി എന്ന് വെച്ചാൽ വേദനിക്കാത്ത അടികൾ. എന്നാൽ ഒരു 3 AM ഫ്രണ്ട് എന്ന് പറഞ്ഞ ആരായിരിക്കും? അതായത് 3 മണിക്കും സലീമേട്ടന് ഫോൺ വിളിച്ചിട്ട്. ആർക്കും വിളിക്കാം. അങ്ങനല്ല, സലീമേട്ടൻ വിളിക്കുന്ന ആരെയായിരിക്കും? 3 മണിക്ക് തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അതല്ല ഞാൻ ചോദിച്ചത്. നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള നിലയിലേ നമ്മളൊരാളും നേരം വിളിച്ചാ പോലെ അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നുമില്ലല്ലോ പ്രണയത്താൽ. അതെ, ഇത് ഒരുമാതിരി ഒരു വേദനയുള്ള സംഭവമാണ് ഈ സാധനം. അത് വേദന മുക്കുമ്പോഴുള്ള സംഭവമാണ് ഇത്. 3 മണിക്കൊരു പെണ്ണിനെ വിളിച്ചേൽപ്പിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു. ഹിമാലയ സാനുക്കളിലെ ഞാൻ പെണ്ണുങ്ങളെ കാര്യമല്ല പറഞ്ഞു. പെണ്ണുങ്ങളെ വിളിക്കാനല്ല, 3 മണിക്ക് വിളിക്കുന്ന ആണുങ്ങളോ. എന്തിന് 3 മണിക്ക് ബാങ്ക് വിളിക്കാനുള്ള 4 മണിക്ക് എണീക്കുള്ളൂ. 3 മണിക്ക് എന്തിനു ഒരു മനുഷ്യനെ വിളിച്ചേൽപ്പിക്കണം? വ്യക്തമായ കാരണം വേണം അതിന്. ഒന്നിനും അയാളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ മലന്നടിച്ച് ഉറങ്ങിക്കണമെന്ന് ഒരുത്തനോട് ഹലോ സുഖമാണെന്ന് മുകേഷ് ഏട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്ക് വിളിച്ചപ്പോ ഒക്കെ പ്രശ്നം. അതുപോലെ സലീമേട്ടൻ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ആ സമയത്ത് വിളിക്കാം. അവന്റെ അവസാനോട് ആണോ? പ്രശ്നം ഉണ്ടാക്കുവോ? പിന്നെ അല്ലാണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ടേ?
അവൻ ഫ്രണ്ടാണോ അവൻ? അടിക്കണ്ടേ അവനാ? ഇത് പുള്ളിക്കാരത്തി ചോദിച്ചതിന്റെ ചോദ്യം ഫ്രണ്ട് വിളിച്ചാലല്ല, മുകേഷ് എണ്ണയൊക്കെ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി കഴിയുമ്പോ രാത്രി ഓരോ ആരാധകരെ വിളിച്ച് ശല്യം ചെയ്യില്ലായിരുന്നു. ആ കാര്യം ചോദിച്ചു. അല്ല, ഫ്രണ്ട് വിളിച്ചാലും അത് തന്നെ പറയണം. ഫ്രണ്ട് വിളിച്ചാലും അത് തന്നെ പറയണം. ഞാൻ അത്തരത്തിൽപ്പെട്ട ആളാണ്. അയ്യോ. അല്ല, എന്നാലും ആരാധികമാര് വല്ല ഇപ്പം കാര്യമായിട്ടിരുന്ന് വിളിക്കുക. കാരണം സലീമേട്ടൻ ഒരുപാട് ഗേൾസ് ഫോളോയിങ് ഉള്ള ഒരാൾ കൂടിയായിരുന്നു സലീമേട്ടൻ. ഈ കോമഡി ചെയ്യുന്നവരോടൊരു പ്രത്യേക ഒരു ഇഷ്ടം സ്ത്രീകൾക്കുണ്ട്. ഞാനൊരു അകലം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥിരമായിട്ട് വിളിപ്പിക്കാൻ അനുവദിക്കാറില്ല. ഓക്കെ, ബന്ധം അവിടെ മുറിച്ച് കളയാ. സ്ഥിരം ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കാര്യത്തും ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോ ദിലീപേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്സ് എനിമീസ് എന്നുള്ളതിൽ എങ്ങനെ ഉത്തരം പറയുന്നു സലീമേട്ടൻ? ലാബിൽ കൊടുത്ത് അവർ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല അത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സലീം കുമാർസ് നെറ്റ് വർത്ത്. എന്താ പറയാനുള്ളത്? നെറ്റ് വർത്ത് എന്ന് പറയുമ്പോ മൊത്തത്തിലുള്ള സലീമേട്ടന്റെ ആസ്തി എന്താണ്? അതാണ്, അതെനിക്ക് മനസ്സിലായി. അതെന്താ പറയേണ്ടത്? ഇന്റർവ്യൂല് വന്നേക്കണത് എന്റെ സ്വത്ത് വിവരം ഞാൻ ഇലക്ഷൻ വെക്കട്ടെ. എന്നാലും ഒരു ഉദ്ദേശം, ഒരു അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എന്ത് ഒന്നുമില്ലെന്നേ. ഞെട്ട് വരിക ഒന്നുമില്ല എനിക്ക്. മണി മാനേജ്മെന്റ് ചെയ്യാറുണ്ടോ സലീമേട്ടൻ? അതായത് ഇത്രയും, കാരണം അത്രയും പടങ്ങൾ അഭിനയിച്ച ഒരാളാണ്. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ സാധാരണക്കാരനാണ്, സാധാരണ ഒരു കർഷകനാണ്. ഞാൻ ഒരു വീടുണ്ട്, എനിക്ക് സാമാന്യഭേദപ്പെട്ട ഒരു വീടുണ്ട്. നല്ല വീടാണ്. അതെ, ഒരു വീടുണ്ട്. അതിനുശേഷം ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഞാൻ വലിയ കോടീശ്വരനൊന്നുമല്ല. മണി വർത്ത് എന്നൊക്കെ പറഞ്ഞ അവിടെ എന്താണ് നെറ്റ് വർത്ത്, മണി നെറ്റ് വർത്ത് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. സാധാരണ മനുഷ്യനാണ് ഞാൻ. ഓക്കെ, ഡൺ. അപ്പൊ അങ്ങനെ എഴുതാം. ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈപ്പ് ചെയ്തേക്കുന്നതാണ് കേട്ടോ സലീമേട്ടാ, ഈ സലീം കുമാർ എ വില്ലൻ ഇൻ റിയൽ ലൈഫ്. വില്ലനാണോ നായകൻ? എന്നോട് അല്ല ചോദിക്കേണ്ടത്. എന്റെ വില്ലത്തരം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് വന്ന ആളുകളോടാണ് അവൻ വില്ലനാണോ നായകനാണോ ചോദിക്കേണ്ടത്, എന്നോടല്ല ചോദിക്കേണ്ടത്. ബിബിൻ, റിയൽ ലൈഫിലെ ഹീറോ? അല്ല, എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ പറഞ്ഞില്ലേ, എൻ്റെ ചേട്ടനെ പോലെ ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ബൈബിളിലൊരു വാക്കുണ്ട്, ഹൃദയം പരിശോധിക്കുമ്പോൾ നല്ലവനായിരുന്നാൽ മതിയെന്ന്. ബാക്കി പുറമേ ഉള്ള കാര്യങ്ങളും കാട്ടായങ്ങളൊക്കെ അവസ്ഥകൾ കൊണ്ടും ആവാം. അപ്പൊ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മളൊരു വണ്ടി വട്ടം ചാടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയാളോട് ചിലപ്പോൾ ചൂടാവില്ലേ, അത് നമ്മുടെ അവസ്ഥയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഹൃദയം പരിശോധിക്കുമ്പോൾ സലീമേട്ടൻ നല്ല ആളാണ്, ഹൃദയശുദ്ധിയുള്ള ആണ്. ഞാൻ പറഞ്ഞില്ലേ ബിബിൻ, എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ കല്യാണ വീഡിയോയിൽ ഞാൻ കരയുന്നുണ്ട്. ഈ താലി കെട്ടുന്ന സമയത്ത് ഞാൻ കരയുന്നുണ്ട്. വൈകുന്നേരം എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് കോൾ എനിക്ക് സലീമേട്ടൻ്റെ. 3-4 വർഷമായി. അപ്പം കിട്ടിയിട്ട് എന്നെ പറഞ്ഞു, എടീ നീ കല്യാണം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഏട്ടാ കൊറോണയാണ്, ആരെയും വിളിക്കാൻ പറ്റില്ല. നീ കരയൊന്നും വേണ്ട, നന്നായിട്ട് ജീവിക്ക്. അന്നാ കെട്ടുന്നതിന് കാരണം. അപ്പം നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര ഫാദർലി അറ്റാച്ച്മെന്റാണ് നമുക്ക് സലീമേട്ടനോട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി എ റിയൽ ഹീറോ, സൂപ്പർ ഹീറോ. കല്യാണം കഴിഞ്ഞ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എത്ര നാളെ കല്യാണം കഴിച്ചിട്ട് ഇനി അതുകൊണ്ട് കാര്യമില്ല. ആ ഡോസേജ് മരുന്ന് ഒരു 3 മാസം മുമ്പെങ്കിലും എടുത്തിരിക്കണം. ഞാൻ തന്നെ ഡോസേജ് അല്ല, നീ 3 മാസം മുമ്പ് എടുത്ത്. എനിക്ക് മറ്റേ പോളിയോ കുത്തുവെച്ചപ്പോഴേ കിട്ടി. അതെ, ചുമ്മാ സിംപ്ലി. എന്തായാലും ബിബിൻ ഒത്തിരി താങ്ക്സ് നമ്മൾ അറിയിക്കുകയാണ്. കാരണം സലീമേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എത്ര പേരാണ് ഇങ്ങനെ ഓടിയെത്തുന്നത്. ആ ഒരു സ്നേഹമാണ് കേട്ടോ നമ്മളിവിടെ. കാറൊന്നും കൊടുത്തില്ലേ? വരാൻ കാറൊന്നും കൊടുത്തില്ല നിങ്ങള്? ഏതേട്ടാ, തന്നെ വന്നോളാന്ന് പറഞ്ഞിട്ടാ. സലീമേട്ടനാണെങ്കിൽ 1 രൂപ ഞങ്ങൾ ആരും ഇവർക്ക് കൊടുത്തിട്ടില്ല. അത്ര സ്നേഹം, ഉള്ളി സ്നേഹം, എന്റെ അകമഴിഞ്ഞ സ്നേഹം. ശരിക്കും എന്താണ് ഹെഡിങ്? എന്ന് സ്വന്തം സലീം കുമാർ. അങ്ങനൊന്നുമില്ല, എനിക്ക് തോന്നിയപ്പോ അതൊക്കെ എടുക്കട്ടെ, എന്ന് സ്വന്തം സലീം കുമാർ. പേരെങ്ങനെയുണ്ട് ഏട്ടാ? നമ്മൾ കത്തിലൊക്കെ എഴുതുന്ന പോലെ എന്ന് സ്വന്തം സലീം. നല്ല പുതുമയുണ്ട്. ഇതൊരു വരാത്തതിന്റെ പേരിൽ ഭയങ്കര ഫ്രഷാ. ബിബിൻ ഒരു വലിയ കൈയടി കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ താങ്ക്സ്.